കലികാല വാർത്തകൾ. നമസ്കാരം. കലികാല വാർത്തകളുമായി നന്ദുകാവാലം. ഒരു ലേഖനം വായിക്കാനിടയായി. ലോകം മുഴുവനും പെട്രോൾ ഡീസൽ വില കുറയ്ക്കുമ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് പെട്രോളിനും ഡീസലിനും വില കുറയ്ക്കാത്തത്? നമുക്ക് എല്ലാം ഉള്ള സംശയമാണ്. ഈ ലേഖനത്തിലെ ചില വസ്തുതകൾ ന്യായമാണെന്ന് തോന്നിയതിനാൽ എഡിറ്റ് ചെയ്ത് കലികാല വാർത്തകൾ ആക്കുകയാണ്. ചിലരോട് മാത്രം പ്രത്യേകം ഓർമ്മിക്കട്ടെ, ഇത് BJPയെ പുകഴ്ത്തലൊന്നുമല്ല, പ്രധാനമന്ത്രിയുടെ പെട്രോൾ പോളിസിയെക്കുറിച്ചാണ് പറയുന്നത്. നല്ലത് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ചാണല്ലോ, കശ്മീർ ഭീകരനെ കുറിച്ചൊന്നുമല്ലല്ലോ എന്ന് കരുതി ക്ഷമിക്കുക. മോഡി എന്ന പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ എന്നത് പെട്രോളിന്റെ വില കുറയ്ക്കാതിരിക്കുന്നതാണ് എന്നാണ് ലേഖനത്തിന്റെ തുടക്കം. കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് അതിശയം തോന്നാം. പക്ഷെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ലോകം മുഴുവനും അതിശയത്തോടെ, അതിൽ ബുദ്ധിയുള്ളവർ ആരാധനയോടെ കാണുന്ന അതിമഹത്തായ ഒരു സിദ്ധാന്തമാണത്രേ മോഡി ഓയിൽ പോളിസി. ഒരു ബാരലിന് $108 അന്താരാഷ്ട്ര വിപണിയിൽ വിലയുണ്ടായിരുന്ന ക്രൂഡ് ഓയിലിന് $27 വരെ വന്നിട്ടും പെട്രോളിനും ഡീസലിനും കേന്ദ്ര സർക്കാർ കാര്യമായി വില കുറച്ചില്ല. ഈ നടപടിയെ കടുത്ത മോഡി ഭക്തന്മാർ പോലും എതിർക്കുകയാണ്. 1 ലിറ്റർ പെട്രോളിന് 40-45 രൂപയ്ക്ക് നൽകിയാൽ മോഡിയെ വാഴ്ത്താത്തവർ പിന്നെ രാഹുലും സോണിയയും മാത്രമേ ഉണ്ടാകൂ. ഇത് മോഡിക്കും അറിയാം. ഇതുതന്നെയാണ് മോഡിയും മറ്റ് രാഷ്ട്രീയക്കാരുമായുള്ള പ്രധാന വ്യത്യാസം എന്ന് ലേഖനം പറയുന്നു. സ്തുതിപാടൽ അല്ല രാജ്യഭരണം. ഇനി എന്തുകൊണ്ട് പെട്രോൾ വില കുറയ്ക്കുന്നില്ല? ആദ്യം സാമാന്യമായി ചിന്തിക്കാം. കുറച്ചാൽ കയ്യടി കിട്ടുമെന്നല്ലാതെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു മാറ്റവും വരില്ല. ചിന്തിക്കുക, എന്ത് നിരക്കാണ് കുറയുക? വലിയ വാചകമടിക്കുന്നതല്ലാതെ ബസ്, ഓട്ടോ, ടാക്സി, ട്രെയിൻ ചാർജ് കുറയുമോ? നോക്കുകൂലിയും കൈത്തിറക്ക് കൂലിയും ചരക്ക് ഗതാഗത കൂലിയും കുറയുമോ? ഹോട്ടലിലെ മെനു കാർഡുകളിൽ ഭക്ഷണ നിരക്ക് കുറയ്ക്കുമോ? വിമാനക്കൂലി കുറയുമോ? ഇനി കുറച്ചാലും എയർ ഇന്ത്യ കുറയ്ക്കുമോ? സിനിമാ ടിക്കറ്റ് നിരക്ക് കുറയുമോ? പച്ചക്കറി വില കുറയുമോ? അരിവില, മരുന്ന്, വസ്ത്രം എന്തിന്റെയെങ്കിലും വില കുറയുമോ? കറണ്ട് ചാർജ് കുറയുമോ? ഇല്ല. മറിച്ച് 40 രൂപയ്ക്ക് പെട്രോൾ ലഭിക്കുകയാണെങ്കിൽ വാഹനങ്ങളുടെ നിരക്ക് കൂടും, പണപ്പെരുപ്പം ഉണ്ടാകും, വായു മലിനീകരണം ഉണ്ടാകും, പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ഉപയോഗം കുറയും, കഴിയുന്നതും ആൾക്കാർ സ്വന്തമായി വാഹനം മേടിക്കും. പക്ഷേ പ്രധാന കാരണം ഇതൊന്നുമല്ല. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഉണ്ടായ ക്രൂഡ് ഓയിലിന്റെ വില ഇടിവ് ഭാരതത്തിന് ഏറെ ഗുണം ചെയ്തു. 11.5% നിരക്കിൽ ഇന്ത്യ വളരണം എന്നാണ് പ്ലാൻ എങ്കിൽ ലോകത്തിലെ ഏറ്റവും വളർച്ചാ നിരക്കുള്ള രാജ്യമാകും ഇന്ത്യ. ഏപ്രിൽ സെപ്റ്റംബർ 2015 കണക്കനുസരിച്ച് 7.5% വളർച്ചയെ നമുക്കുണ്ടായിരുന്നുള്ളൂ. അഴിമതിയും ധൂർത്തും ഇത്രയേറെ നിർമ്മാർജ്ജനം ചെയ്തിട്ടും ഇത്രയേ നേടിയെടുക്കുവാൻ കഴിഞ്ഞുള്ളൂ. ഏറ്റവും മികച്ച നിലയിൽ നികുതി പിരിവും നടത്തിയിരുന്നു. പിന്നെ ഇന്ത്യയെ വലിയ നിലയിൽ വളർത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചിന്തയാണ് മോഡി ഓയിൽ പ്രൈസിംഗ് പോളിസിക്ക് കാരണമായത്. 15 രൂപയ്ക്കും 20 രൂപയ്ക്കും പെട്രോൾ നൽകുന്ന പാകിസ്ഥാൻ പോലുള്ള ചില രാജ്യങ്ങളെപ്പറ്റി നാം വാചാലരാകാറുണ്ട്. പക്ഷേ അവിടങ്ങളിലെ പട്ടിണിയെപ്പറ്റി നാം മറന്നുപോകുന്നു. ഇനി എന്താണ് മോഡി ഓയിൽ പ്രൈസിംഗ് പോളിസി? ഇക്കാലങ്ങളിലുണ്ടായ അന്താരാഷ്ട്ര ഓയിൽ വില ഇടിവ് 70%-ൽ ഏറെയാണ്. എന്നാൽ പെട്രോളിലും ഡീസലിനും 25-30% മാത്രം വിലയാണ് കുറച്ചത്. ബാക്കി വന്ന 40% ലാഭം സർക്കാർ എക്സൈസ് ഡ്യൂട്ടിയായി ഖജനാവിലേക്ക് ചേർത്തു. അതായത് ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപ ഈ ഇനത്തിൽ സർക്കാർ പിരിച്ചെടുത്തു. സാധാരണഗതിയിൽ എത്ര വർഷം അശ്രാന്ത പരിശ്രമം നടത്തിയാലേ ഇത്ര വലിയ തുക ഖജനാവിൽ അധികമായി വരും? ഈ തുക, അതായത് 1.5 ലക്ഷം കോടി രൂപയ്ക്ക് പുതിയ റോഡുകൾ, പാലങ്ങൾ, സമുച്ചയങ്ങൾ, സൗരോർജ്ജം ഉപയോഗിക്കാനുള്ള മാർഗങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ വികസനങ്ങൾ തുടങ്ങിയവയ്ക്ക് വേണ്ടി കരാർ കൊടുത്തു കഴിഞ്ഞുവെന്ന് റിപ്പോർട്ട്. ഇതിലൂടെ 50 ലക്ഷം തൊഴിലവസരങ്ങൾ ആണത്രേ സൃഷ്ടിക്കപ്പെടുക. ഇത് കാരണം സിമന്റ്, സ്റ്റീൽ വ്യവസായങ്ങൾ ശക്തിപ്പെടാൻ പോകുന്നു. അങ്ങനെ 1 കോടിയിലധികം തൊഴിൽ രഹിതർക്ക് ജോലി ലഭിക്കുമെന്നും ഇന്ത്യയുടെ ആളോഹരി വരുമാനത്തിൽ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നും ലേഖനത്തിൽ ഉണ്ട്. ഇതിൽ പറയുന്നതെല്ലാം അതുപോലെ നടപ്പായാൽ നന്നെന്ന് പറഞ്ഞ് നമുക്ക് വായിച്ചു നിർത്താം. ശുഭാപ്തി വിശ്വാസം തീരെ ഇല്ലാത്തവരും അത് പാർട്ടി നോക്കി മാത്രം കാട്ടുന്നവരുമാണ് നമ്മളിൽ ചില മലയാളികൾ. എന്തായാലും ഒരു 3 വർഷം തികയ്ക്കട്ടെ, അപ്പോഴേക്കും ഒരു ധാരണ വരും എങ്ങോട്ടാണ് പോക്ക് എന്നത്. തൽക്കാലം എന്തായാലും ശുഭാപ്തി വിശ്വാസികളാകാം. മേരാ ഭാരത് മഹാൻ, ഹമാരാ പ്രധാനമന്ത്രി, അത് ആരായാലും വി റെസ്പെക്ട് എന്ന് പറഞ്ഞ് നിർത്തുകയാണ് ഇന്നത്തെ കലികാല വാർത്താ വായന. നന്ദി, നമസ്കാരം. കലികാല വാർത്തകൾ.